അപ്പൊ ജോൺസൺ അച്ഛൻ 27 വർഷം അച്ഛൻ മഡഗാസ്കറിൽ. അച്ഛൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ഈശോനെ അറിഞ്ഞവര് തീർത്ത് കുറവായിരുന്നു. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ആദ്യമേ തന്നെ ഈശോനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു വില്ലേജിലേക്ക്, ആൾക്കാരുടെ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ എങ്ങനെയാണ് അവിടെ ആ സുവിശേഷവൽക്കരണം അച്ഛൻ തുടങ്ങിയത്? ഞാൻ അങ്കിലിസാത്തി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒറ്റ പള്ളി ഉണ്ടായിരുന്നുള്ള 2000-ല് വികാരിയായിട്ട് ചെല്ലുമ്പോൾ. അന്നും ഇന്നും ഇപ്പൊ ബത്താറത്താലി ജീവിക്കുമ്പോഴും ഏകദേശമൊക്കെ സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു മഡഗാസ്കർ വളരെ റിസെപ്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിൽ. അവര് പ്രത്യേകമായിട്ടൊരു റിലിജനില്, ഒരു വിശ്വാസത്തില് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മതത്തിൽ പെട്ടിട്ടില്ലെങ്കിൽ തന്നെയും നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് എന്തോ പള്ളിയുടെ അല്ലെങ്കിൽ ഈശോയുടെ റെപ്രസെന്റേറ്റീവ് ആണെന്നുള്ള ഒരു ആശയം അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ സ്വീകരിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് വില്ലേജുകളിലേക്ക് പോകാനുള്ള ഒരു ഈസി വേ എനിക്ക് തോന്നിയിട്ടുള്ളത് കുഞ്ഞുങ്ങളായിട്ടുള്ള അടുപ്പ. ഞാൻ സാധാരണ വല്ല അപരിചിതമായുള്ള വില്ലേജ് പോയാലും കൊച്ചുങ്ങളായിട്ട് വെറുതെ കളിക്കും, അവരുടെ നിന്ന് പേര് വിളിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് നിൽക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് അത് കൗതുകമായിരിക്കും. അങ്ങനെ പല പ്രാവശ്യം കാണിക്കുമ്പോൾ ആ കൊച്ചുങ്ങൾ നമ്മുടെ കൂടെ കൂടും. അത് എൻ്റെ ചെറുപ്പപ്രായത്തിലാണെങ്കിലും ഇന്നും അത് എനിക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നാറുണ്ട്. കൊച്ചുങ്ങൾ നമ്മളോട് കൂടി കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് അപരിചിതരാണ്. കുഞ്ഞുങ്ങൾ ഓടി വരും, കുഞ്ഞുങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല. ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് അടുക്കുമ്പോൾ കാരണവന്മാരറിയാതെ അവരും ചിരിച്ചൊക്കെ നമ്മളോട് സംസാരിക്കും. നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കും. അല്ലെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ നമ്മളൊരു വലിയവരോട് സംസാരിക്കാൻ പോയി ചിലപ്പോൾ അത്രയും ഒരു സ്വീകരണം നമുക്ക് ലഭിക്കില്ല. പക്ഷെ കുഞ്ഞുങ്ങളിലൂടെ പോകുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ മിക്കവാറും പുതിയതായി തുടങ്ങിയ പള്ളികള് അല്ലെങ്കിൽ വില്ലേജുകള് എനിക്ക് തോന്നുന്നത് ഈ തരണത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതും അതിന് വളരെ ഫലം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒത്തിരി നന്ദി. മിഷണറിമാർ ആഗ്രഹിക്കുന്ന വൈദികർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു. താങ്ക് യു. അപ്പൊ താങ്ക് യു കേട്ടോ.